കിം തേയങ് എന്ന പേരിനേക്കാൾ ലോകം അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് വി എന്നാണ്. This is a V, which is from my name V, but it also means peace. കേവലം ഒരു ഗായകൻ എന്നതിലുപരി ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള സൗത്ത് കൊറിയൻ ബോയ് ബാൻഡ് BTSലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് തൻ്റെ അസാമാന്യ ശബ്ദം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ലോകത്തിൻ്റെ നെറുകയിലെത്തിയ വിയുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ വിസ്മയിപ്പിക്കുന്നതാണ്. ഇന്ന് ഡിസംബർ 30, ലോകം മുഴുവൻ ഒരാളുടെ പിറന്നാളാഘോഷത്തിലാണ്. നമ്മുടെ സ്വന്തം വിക്കുട്ടൻ്റെ. പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ മനോഹരമായ മുഖമാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിലെപ്പോഴും പാവം ഒരു കൊച്ചുകുട്ടിയാണ്. ചില സമയത്ത് ലേശം വട്ടുണ്ടോയെന്ന് തന്നെ തോന്നിപ്പോകും. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മുഖം ഉണ്ടായിട്ടും അത് വെച്ച് കോക്കറി കാണിക്കലാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി. എൻ്റെ ദൈവമേ, എന്തൊക്കെ കോപ്രായങ്ങളായി ചെറുക്കൻ കാണിച്ചു കൂട്ടുന്നത്. നമുക്കറിയാം, തേനെ പലപ്പോഴും 4D പേഴ്സണാലിറ്റി എന്ന് വിളിക്കാറുണ്ട്. കാരണം പുള്ളി ചിന്തിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. മീഡിയാസിൻ്റെ മുന്നിൽ ഒരു മോഡലിനെ പോലെ പോസ് ചെയ്യും. തൊട്ടടുത്ത സെക്കൻഡിൽ ക്യാരക്ടർ ചേഞ്ചായി കൊച്ചു കുട്ടികളെ കണക്ക് പെരുമാറാൻ തുടങ്ങും. പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ബാക്കി മെമ്പേഴ്സ് സീരിയസ് ആയി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പുറകിലിരുന്ന് കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് പുള്ളിയുടെ മറ്റൊരു ഹോബിയാണ്. വീടെ ഇൻ്റർവ്യൂസ് പലപ്പോഴും ഭയങ്കര രസമായിരിക്കും. അതിൽ ഏറ്റവും ഐക്കോണിക്കായ ഒന്നാണ് ഗുഡ് ബോയ് മൊമെന്റ്. അത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചപ്പോഴും പുള്ളിക്കാരൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. വേറൊരു ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണ് ഇഷ്ടപ്പെട്ട സോങ് പാടണം, അതും ഇംഗ്ലീഷിൽ. എന്നാൽ ഇദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ എത്ര വിദഗ്ധായിട്ടാണ് ഒഴിഞ്ഞു മാറിയത്. ഇതേ ഇന്റർവ്യൂവില് ജിമിൻ പെട്ട് കിടക്കായിരുന്നു. ആ ടൈമിലൊക്കെ ഇംഗ്ലീഷും BTSും തമ്മിലുള്ള ദൂരം വളരെ അകലെയായിരുന്നല്ലോ. വേറൊരു ഇന്റർവ്യൂലാണെങ്കിൽ BTS ഈസ് നൈസ് എന്ന് പറഞ്ഞിട്ട് അറ്റ് ദ സെയിം ടൈം പുള്ളി വോയിസ് മാറ്റി പറയാണ്. എല്ലാവരും സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ടൈമില് ഇങ്ങേർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും അൺസീരിയസ് ആയിട്ട് പെരുമാറാൻ പറ്റണത്? ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാണ്. ആടിനെ പട്ടിയാക്കാന്ന് കേട്ടിട്ടുണ്ടോ? ആളെ പറഞ്ഞു പറ്റിക്കാൻ മിടുക്കനാണ് വി. ഒരിക്കൽ വീടെ ഫ്രണ്ടും നടനുമായ അർക്സൂജുവിൻ്റെ അടുത്ത് പറയണേ, ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ട്. അന്നാണെങ്കിൽ പുള്ളിക്ക് ലൈസൻസ് പോലും ഇല്ല. അതിന് നിനക്ക് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, അതിന് കാറ് വാങ്ങിക്കാൻ ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ? ആള് പറഞ്ഞത് ശരിയാണ്, കാറ് വാങ്ങിക്കാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല, കാശ് മതിയല്ലോ. ആള് വിചാരിച്ചത് ഏതെങ്കിലും ലക്ഷറി ബ്രാൻഡിൻ്റെ കാറ് വല്ലതും ആയിരിക്കുന്നതാണ്. ഇങ്ങനെ സീരിയസ് ആയി കാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആള് വാങ്ങിച്ചത് ഒരു ടോയ് കാറാണെന്ന് പറഞ്ഞത്. ഒരു തമാശ പറയുമ്പോൾ പോലും അത് അവതരിപ്പിക്കുന്നത് ഭയങ്കര ഗൗരവത്തിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരും വിശ്വസിച്ചു പോകും. പുള്ളിയുടെ ഇത്തരം വിചിത്രമായ തമാശകളിൽ ഒന്നാണ് വിവേഴ്സ് ലൈവിലെ ഒളിച്ചുകളികൾ. പുള്ളി ലൈവ് വന്നാൽ ചിലപ്പോൾ 10 മിനിറ്റ് ഒന്നും മിണ്ടാതെ ക്യാമറയിലോട്ട് നോക്കിയിരിക്കും. എന്നിട്ട് ബായ് പറഞ്ഞങ്ങ് പോകും. ആ പോക്ക് കണ്ട് അന്തം വിട്ടിരിക്കാനാണ് ആർമീസിൻ്റെ വിധി. ഇല്ലെങ്കിൽ പിന്നെ ചുമ്മാ വല്ല പാട്ടും ഇട്ടുകൊണ്ട് അതും മൂളിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ കമൻസ് വായിച്ചിരിക്കും, തന്നെത്താൻ ഇരുന്ന് ചിരിക്കും. വല്ല കമൻറ്റിനും റീപ്ലൈ കിട്ടിയാലായി. പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നൊരു പരിപാടിയുണ്ട്. ഒരു സ്റ്റോറി അങ്ങ് ഇടും, നമ്മൾ കാണുന്നതിൻ്റെ മുന്നേ അതങ്ങ് ഡിലീറ്റ് ആക്കും. ആർമിക്കൊന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം പോലും കിട്ടില്ല. ഒരു തരം ടോമാഞ്ചറി കളിയാണ് ഇൻസ്റ്റയിൽ വന്ന ഒരു വല്ലാത്ത തരം സ്വഭാവം. പുള്ളിയുടെ ഉള്ളിൽ ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ആൾക്ക് തന്നെ വല്ല പിടുത്തുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഫസ്റ്റ് ടൈം BTSലോട്ട് വന്നപ്പോൾ തേയാണ് ഏറ്റവും ചെറുതെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വി അല്ല JK ആണ് കുഞ്ഞെന്ന്. എന്നാൽ ഈ കൂട്ടത്തിൽ JKനേക്കാൾ കുരുത്തക്കേട് ഈ അഴുക്ക ചെറുക്കനാണെന്നുള്ളതാണ് വാസ്തവം. ആളുകളെ മയക്കി വീഴ്ത്താൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കള്ളച്ചിരി വെച്ച് ലക്ഷക്കണക്കിന് മീംസാണ് ആർമി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ചോദിച്ചു മേടിക്കാൻ വേണ്ടി നമ്മൾ അമ്മേനെ സോപ്പിടാൻ നോക്കുന്ന അതേ ലുക്ക് തന്നെ. 타타 마이크.
따뜻한 마이크 진짜 준거 있어요? No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. മീംസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇതേ കാര്യം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടെ പറയാം. മുമ്പൊരിക്കൽ വി ലൈവ് ഉണ്ടായിരുന്ന ടൈമിൽ വി ലൈവിൽ വന്നു. ആ ടൈമിൽ അവരൊരു കൺസേർട്ട് കഴിഞ്ഞ് ഹോട്ടൽ റൂമിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമായിരുന്നു. ഒരു ആർമി അടുത്ത മുറികളിലുള്ള മറ്റു മെമ്പേഴ്സിനെ പോയി വിളിക്കാൻ വേണ്ടി കമൻറ്റിലൂടെ പറയുക. അപ്പോൾ വി ആണെങ്കിൽ എനിക്ക് അവരുടെ റൂം നമ്പർ ഒന്നും അറിയില്ല, ജങ്കുക്കിൻ്റെ റൂം നമ്പർ മാത്രമേ അറിയൂ, നമുക്ക് അങ്ങോട്ട് പോവാന്ന്. ആള് പോയി റൂമിൽ മുട്ടിയപ്പോൾ ജങ്കുക്ക് കുളി കഴിഞ്ഞ് വന്ന ടൈമായിരുന്നു. ജെയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ വാതിൽ തുറക്കല്ലേ, ഞാനിപ്പോൾ കുളിച്ച് വന്നേളൂ, ഡ്രസ്സൊന്ന് മാറിക്കോട്ടേന്ന്. ആഹാ, നീ ഇപ്പോൾ ഡ്രസ്സ് ഇടാണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് കളിയാക്കാണ്. ഈ ഒരു മീം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജെയ്ക്ക് ആണെങ്കിൽ ഹോട്ടൽ റൂമിലൊക്കെ ഉണ്ടാവില്ലേ ബാത്ത് ടവൽ, അതുപോലെ ഒരെണ്ണാണ് ഇട്ടേക്കുന്നത്. ഈ ചെറുക്കൻ അടങ്ങി നിൽക്കാണ്ട് അത് പൊക്കി നോക്കുകയാണ്. ചിലപ്പോൾ ജെയ്ക്ക് പാൻറ് ഇട്ടിട്ടില്ലേ എന്ന് നോക്കിയതാവും. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, തല്ലുകൊള്ളിത്തരല്ലേ ഇവൻ ചെയ്യുന്നേ. അവൻ്റെ ഭാഗ്യമാണ് അന്ന് ജെയ്ക്ക് അവനെ വെറുതെ വിട്ടത്. ഇപ്പോഴത്തെ ജങ്കൂക്ക് എങ്ങാനും ആയിരിക്കണമായിരുന്നു. എന്നാൽ പിന്നെ വീടെ കൈ വേറെ കാൽ വേറെ ആക്കിയേനെ. ആളിത്തിരി പെശകാണെങ്കിലും ആൾക്ക് ആർമീസ് എന്ന് പറഞ്ഞ ജീവനാ. വെറൊരു ഫാൻസ് എന്നതിലുപരി ഒരു കുടുംബമായിട്ടാണ് നമ്മളെ കാണുന്നത്. തേ ആർമിക്കായി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഐ പർപ്പിൾ യു എന്ന വാക്ക്. മഴവില്ലിലെ അവസാന നിറമായ വയലറ്റ് നിറം അവസാനം വരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുള്ള BTS ആരാധകർക്കിടയിൽ സ്നേഹത്തിൻ്റെ അടയാളമായി ഇത് മാറി. ആർമി എന്നത് വെറും ഫാൻസ് മാത്രമല്ല, മറിച്ച് എൻ്റെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ കരുത്താണ്. നമ്മൾ എവിടെയിരുന്നാലും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തേയുടെ വാക്കുകളാണിവ. ഞങ്ങൾക്കും നീ ഏറെ പ്രിയപ്പെട്ടതാണ് തേ. നിങ്ങൾ ഞങ്ങൾക്ക് വെറുമൊരു ഐഡൽ മാത്രമല്ല, ഇരുട്ടുള്ള പകലുകളിൽ വെളിച്ചം തരുന്ന സൂര്യനെ പോലെയാണ്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കിട്ടുന്ന സമാധാനം മറ്റൊന്നിനും തരാൻ കഴിയില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന താരമായിട്ടും ഉള്ളിലെ ആ പഴയ കൊച്ചുകുട്ടിയെ നിങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ചിരിയും കുസൃതികളും ഞങ്ങളുടെ ദിവസത്തെ മനോഹരമാക്കുന്നു. ബുറാഹെ എന്ന വാക്കിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പും സ്നേഹവും എന്നും ഞങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ എവിടെയായിരുന്നാലും എന്തു ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സന്തോഷം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങളുടെ പിന്നിൽ ഒരു വലിയ മലയായി ആർമി എന്നും ഉണ്ടാകും. നിന്റെ ചിരി എന്നും ഞങ്ങളുടെ ലോകത്തെ പ്രകാശമുള്ളതാകട്ടെ. കിം തേയങ് എന്ന വിസ്മയം ഇനിയും ലോകത്തെ വിസ്മയിപ്പിക്കട്ടെ. വി ലവ് യു തേ. അല്ല, നമ്മൾ ആർമികളുടെ ഭാഷയിൽ പറയും പോലെ ഐ പർപ്പിൾ യു. We purple you. I purple you. We are purple you.